ഓക്കെ, നമ്മളെ കെമിക്കൽ കൈനറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കുക, കെമിക്കൽ കൈനറ്റിക്സിന് ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, കെമിക്കൽ കൈനറ്റിക്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫോർ ദി റിയാക്ഷൻ 2N2O5 gives 4NO2 plus O2, റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഈസ്. റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഈസ്, നമുക്ക് തന്നെ അറിയാം നമ്മൾ റിയാക്ഷൻ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷന് അത് റെപ്രസെന്റ് ചെയ്യുക എങ്ങനെ, റേറ്റ് റെപ്രസെന്റ് ചെയ്യാൻ എഴുതാം. നോക്കുക, ഇതാണ് നമ്മളെ റിയാക്ഷൻ അല്ലേ, ഇതാണ് നമ്മളെ റിയാക്ഷൻ. ആ റിയാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് ഇതിനെ? റിയാക്ടന്റ് നമ്മൾ എങ്ങനെ എഴുതുക? റിയാക്ടന്റ് 2N2O5 നമ്മൾ എങ്ങനെ എഴുതും? ഇൻസ്റ്റന്റേനിയസ് റേറ്റിൽ എഴുതുമ്പോൾ മൈനസ്, റിയാക്ടന്റ് ആയതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുക്കും. പിന്നെ 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 1/2 എന്നാണ് ഇട്ട് കൊടുക്കുക സ്റ്റോഷിയോമെട്രിക്കിനെ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക DN2 N2O5 ഡിവൈഡഡ് ബൈ DT അല്ലേ, ഡിവൈഡഡ് ബൈ DT. ഇതാണ് നമ്മൾ റിയാക്ടന്റിനെ എഴുതുക. ഈക്വൽ ടു നമ്മൾ പ്രൊഡക്റ്റ് സൈഡ് നമ്മൾ എങ്ങനെ എഴുതുക? പ്രൊഡക്റ്റ് സൈഡ് ആകുമ്പോൾ നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്ലസ് 1/4 എന്ന് എഴുതിയാൽ മതി അല്ലേ. 4 എന്നുള്ളതിനെ 1/4 നമ്മൾ എഴുതും. 1/4 DNO2 അല്ലേ ഉള്ളത്, അതുകൊണ്ട് നമ്മൾ DNO2 നമ്മളൊക്കെ അറിയണം ബേസിക് ലെവൽ കാര്യം. DNO2 ബൈ DT ഇസ് ഈക്വൽ ടു, ഇനി അടുത്ത ആരും ഓക്സിജനും കൂടി ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പക്ഷെ ഇതിൽ നമ്മൾ ഓക്സിജൻ എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമ്മള് ഇത് ആൻസറിൽ എന്ത് ചെയ്യില്ല. ഓക്കെ, O2 വരുന്നുണ്ടല്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതും കൂടി എഴുതി വെക്കാം. ഈക്വൽ ടു TO2 ഡിവൈഡഡ് ബൈ DT. ഞാൻ എഴുതി വെച്ചു. ഇനി നമ്മള് നേരെ നോക്കുക, ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതില് നമുക്കറിയാം, ഫസ്റ്റ് ലാസ്റ്റ് നോക്കുക, -ΔO2 -DO2 മൈനസ് വരുമോ? ഇത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാ? നമുക്ക് ആദ്യം ഓപ്ഷൻസ് കട്ട് ആക്കണതാണ് ആദ്യം അങ്ങനെ നമ്മൾ സമയം സേവ് ചെയ്യുക. ലാസ്റ്റ് നാലാമത്തെ ഓപ്ഷൻ എന്തായാലും അല്ല, കാരണം എന്താണ്? -O2 ആണ് കൊടുത്തിരിക്കുന്നത്, മൈനസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെ. -O2 എന്തായാലും ആവില്ല, കാരണം പ്രൊഡക്റ്റ് ആണ് O2, പ്രൊഡക്റ്റ് അല്ല O2 വരുന്നത് അല്ലേ, പ്രൊഡക്റ്റ് ആണ് O2 വരുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രൊഡക്റ്റ് നമ്മൾ എപ്പോഴും പ്ലസിലാണ് എഴുതുക. അപ്പൊ ഇതല്ല. അടുത്തത് ഇത് ഇത് DO2 ഇസ് ഈക്വൽ ടു NO2 DT എന്നാണ്. DO2/DT അഥവാ ഡെൽറ്റ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ D എന്ന് പറയുന്നത് ഡെൽറ്റ O2 ഡിവൈഡ് ബൈ DT എന്ന് പറഞ്ഞാൽ Δ NO2/T ആണോ? Δ NO2/T ആണോ? അല്ല, 1/4 NO2/TT ആണ് എന്ത് പറയുന്നത്? DO2/DT 1/4 എന്നുണ്ട്. അപ്പൊ ഇതുമല്ല. പിന്നെ ഇത് രണ്ടാമത്തെ ഓപ്ഷൻ ആണോ? രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പൊ നമ്മൾ നോക്കുക, ഇതെന്താണ്? N2O5/DT. N2O5/DT അത് -1/2. അപ്പൊ ഈ -1 അല്ല, മൈനസ് ഇവിടെ ഉണ്ട്, മൈനസ് ഉണ്ട് ഇവിടെ. -DNO2/DT എന്ന് ഇവിടെ ഉണ്ട്. DNO2/DT എന്ന് ഇവിടെ ഉണ്ട്. അതിൽ ഈ 1/2 1/2 എന്ത് ചെയ്യുക? ഈ 1/2 ഈ സൈഡ് കൊണ്ടുപോവുക. അപ്പൊ എന്ത് വരും? ഈ 1/4 എന്നുള്ളത് എന്തായിട്ട് വരും? 2 അടിയിലുള്ള 2 മേലേക്ക് വരുമ്പോൾ എന്തായിട്ട്? 2/4 എന്ന് വരും. 2/4 എന്ന് വരും അല്ലേ. ആ 2 മേലേക്ക് പോകും, അപ്പൊ 2/4 എന്ന് വരും. 2/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 എന്നല്ലേ. 1/2 എന്നല്ലേ. 1/2 എന്നാണ്. 1/2 എന്നാണ്. അപ്പോ ആൻസർ ഏതാണ്? നമ്മളെ ആൻസർ രണ്ടാമത്തെയാണ് ആൻസർ. അല്ല, ശരിയല്ലേ അല്ലേ? -DNO2/DT is equal to 1/2. ഈ 2 മേലേക്ക് പോകുമ്പോൾ 2/4 എന്നാവും. 2/4 എന്ന് പറഞ്ഞാൽ 1/2 DNO2/DT. ഇതെന്തുകൊണ്ടായില്ല? ഇത് പ്ലസ് ആണ് ഇവിടെ. പ്ലസ് അല്ലല്ലോ, നമ്മളിവിടെ ഒരു മൈനസ് ഇല്ലേ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ആൻസർ ഈസ് 2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, ദ ടി ഹാഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡബിൾഡ് ഇഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് ഡബിൾഡ്. ഇതെന്താണ്? ഇതും വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. എന്താണ് വെച്ചിട്ടുള്ളത്? ടി ഹാഫ് ഡബിൾ ആയി. അപ്പൊ ഇഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡബിൾ ആയപ്പോ ടി ഹാഫ് ഡബിൾ ആയി. ഏതാണ് ഓർഡർ എന്ന് ചോദിക്കാം. നമുക്ക് അറിയാം, 0 ഓർഡർ ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, തേർഡ് ഓർഡർ ഉണ്ട്. ഇത് നമ്മൾ പഠിച്ച ഓർഡർ ഓഫ് റിയാക്ഷൻസ് ആണ്. നമുക്കറിയാം, ടി ഹാഫിന്റെ ഇക്വേഷൻസ് ആദ്യം എഴുതി വെക്കുക. ടി ഹാഫിന്റെ
സീറോ ഓർഡർ ആകുമ്പോൾ ടി ഹാഫിന്റെ ഇക്വേഷൻ എന്താ? ടി ഹാഫ് ഈസ് ഈക്വൽ ടു ടി ഹാഫ് ഈസ് ഈക്വൽ ടു ടി ഹാഫ് ഈസ് ഈക്വൽ ടു എന്താണ്? സീറോ ഓർഡറിന്റെ ടി ഹാഫിന് കാണാനുള്ള ഇക്വേഷൻ എന്താ? എ സീറോ ബൈ എ എ സീറോ ബൈ ടു കെ. വെരി ഗുഡ്. എ സീറോ ബൈ ടു കെ ഇതാണ് നമ്മളെ സീറോ ഓർഡറിന്റെ റിയാക്ഷൻ. സീറോ ഓർഡർ കാണാനുള്ള ടി ഹാഫിന്റെ ഇക്വേഷൻ. അതേപോലെ ഫസ്റ്റ് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ എന്താ? ടി ഹാഫ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ ടി ഹാഫ് ഈസ് ഈക്വൽ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ടി ഹാഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ടി ഹാഫ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ 0.693/k അല്ലേ? 693/k 693/k. ഇനി സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ ഇക്വേഷൻ എന്താണ്? 1 ടി ഹാഫ് ഈസ് ഈക്വൽ ടു 1 എ സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അല്ലേ? A0 K. ഇനി തേർഡ് ഓർഡർ ആകുമ്പോൾ എന്തായിട്ട് വരും? ഒരു 1/2A0. ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഇതാണ് നമ്മൾ പ്രൈമറി ആയിട്ട് മനസ്സിലാക്കേണ്ട ടി ഹാഫിന്റെ ഓരോ ഓർഡറിലും വരുന്ന ഇക്വേഷൻസ്. നമ്മൾ ക്വസ്റ്റൻ എന്താ? ടി ഹാഫ് ഓഫ് ദി റിയാക്ഷൻ ടി ഹാഫ് ഡബിൾ ആകും എപ്പോ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ. അഥവാ ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ ടേം ഏതാ? A0 അല്ലെ? A0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ടേം. അത് ഡബിൾ ആകുമ്പോൾ എന്ത് ഡബിൾ ആകും എന്ന് പറയുന്നത്? ടി ഹാഫ് ഡബിൾ ആകും എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് ഏതാണ്? അങ്ങനെ ഏതായിരിക്കും വരിക? ഇതെന്തായാലും അല്ല. ഫസ്റ്റ് ഓർഡർ എന്തായാലും അല്ല. കാരണം എന്താ? ഫസ്റ്റ് ഓർഡറിൽ A0 എന്ന് പറഞ്ഞ ടേമേ ഇല്ല. ടിയാഫിന്റെ ഇക്വേഷൻ എന്താ? ടിയാഫ് ഈസ് ഇക്വൽ ടു 0.693/k ആണ്. അതിൽ A0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ടേമേ ഇല്ല. അപ്പൊ എങ്ങനെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ ടിയാഫ് ഡബിൾ ആകുക? കാരണം ആ ടേം ഇല്ലാതെ എങ്ങനെ ടിയാഫ് ഡബിൾ ആകുക? അപ്പോൾ ഫസ്റ്റ് ഓർഡർ എന്തായാലും അല്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ സെക്കൻഡ് ഓർഡർ എന്താണ്? സെക്കൻഡ് ഓർഡറിൽ ഇക്വേഷൻ എന്താ? ടി ഹാഫ് ഈസ് ഈക്വൽ ടു 1/A0 ആണ്. 1/A0 എന്ന് പറഞ്ഞാൽ A0 അടിയിലാണ് A0 കിടക്കണം. അപ്പൊ A0 അഥവാ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 ഇൻക്രീസ് ചെയ്യുമ്പോൾ ടി ഹാഫ് എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യുക. കാരണം എന്താണ്? അടി കിടക്കണോണ്ട് ഡിനോമിനേറ്റർ അല്ലേ കിടക്കുന്നത്. അപ്പോൾ അടിയത്തെ ആള് കൂടുമ്പോൾ മേലത്തെ ആള് കുറയല്ലേ ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ഓർഡറും അല്ല. പിന്നെ അത് നോക്കിയാൽ പിന്നെ തേർഡ് ഓർഡർ പിന്നെ അതേപോലെ തന്നെ ഉള്ള ആളാണ് തേർഡ് ഓർഡർ. അടിയിലാണ് A0 കിടക്കുന്നത്. അപ്പൊ അതുമല്ല. അപ്പൊ ആൻസർ ഈസ് ഇത്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മേലെ A0 മേലെ കിടക്കണേ. അപ്പൊ A0 കൂടിക്കഴിഞ്ഞാൽ ടി ഹാഫും കൂടും. അപ്പൊ നമ്മൾ ആൻസർ എന്താ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡബിൾ ആയി കഴിഞ്ഞാൽ ടി ഹാഫും ഡബിൾ ആവും. അപ്പൊ അതുകൊണ്ട് ആൻസർ ഈസ് 1. അത് നമ്മൾ എന്ത് ചെയ്തു? ടി ഹാഫിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. അടുത്ത യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ എ ഗീവ്സ് പി ഈസ് സെക്കൻഡ് ഇൻവേഴ്സ്. ആ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ യൂണിറ്റ് കണ്ടാൽ മനസ്സിലാവും അത് ഏതാണ് റിയാക്ഷൻ. സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് അല്ലെ? ഫസ്റ്റ് ഓർഡറിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരുന്നത് അല്ലെ? സെക്കൻഡ് ഇൻവേഴ്സ് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇഫ് ദി ഹാഫ് ഓഫ് ദി റിയാക്ഷൻ ഈസ് ഗോയിങ് ടു ബി 45 minutes ഫോർ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 100 mol ലിറ്റർ ഇൻവേഴ്സ്. അഥവാ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിരിക്കണം. അഥവാ അഥവാ നമ്മൾ എന്ത് ചെയ്തിരിക്കണേ? ഹാഫ് ലൈഫ് വന്നിട്ടുണ്ട്. ഹാഫ് ലൈഫ് എത്രയാണ്? 45 minutes ആയപ്പോൾ അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ എന്താണ്? 100 mol ലിറ്റർ ഇൻവേഴ്സ് ആണെന്ന് പറയുന്നത്. ദെൻ വാട്ട് വിൽ ബി ദി ഹാഫ് ലൈഫ്? ഹാഫ് ലൈഫ് നമ്മളോട് കണ്ടുപിടിക്കണം. എപ്പോഴത്തെ ഹാഫ് ലൈഫ്? വെൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 200 ആകുമ്പോൾ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 200 ആകുമ്പോൾ ഉണ്ടാകണേ എന്ത് കണ്ടുപിടിക്കാനാണ്? ടി ഹാഫ് കണ്ടുപിടിക്കാനാണ്. ഇത് നമുക്ക് ഇത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഏതാണ്? സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതിനെ കിട്ടി. സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ എന്താ? ടി ഹാഫ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി. ടി ഹാഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് എന്താണ്? 0.693/k ആണ്. 0.693 എന്താണ്? കെ ആണ് നമ്മളെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് തന്നെ അറിയാം. നമ്മൾ പറഞ്ഞതിൽ എന്താണ്? എന്താണ്? ഹാഫ് ലൈഫ് ഓഫ് ദി റിയാക്ഷൻ 45 minutes ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ ഈക്വൽ ടു 100. അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ആയപ്പോൾ ടി ഹാഫ് 45 minutes ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 200 ആയി കഴിഞ്ഞാൽ ടി ഹാഫ് എന്താന്ന് ചോദിക്കുന്നത്. നമ്മൾ അതിന് മനസ്സിലാക്കി. സെക്കൻഡ് ഇൻവേഴ്സ് കണ്ടപ്പോൾ എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ എന്താണ്? ടി ഹാഫിന് എന്ത് ചെയ്യണില്ല? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യണില്ല. കാരണം എന്താ? 0.693/k ആണ്. അതിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ടേമേ ഇല്ല.
ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ആയാലും 200 ആയാലും 300 ആയാലും 400 ആയാലും എന്തായാലും നമ്മൾ ടി ഹാഫിനെ എന്ത് ചെയ്യണില്ല, ഡിപ്പെൻഡ് ചെയ്യണില്ല. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ആയപ്പോൾ 45 ആണെങ്കിൽ 200 ആയാലും എന്ത് തന്നെ ആയിരിക്കും, 45. കാരണം അതിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ആയാലും 45ആണ്, 200 ആണെങ്കിലും 45, 500 ആണെങ്കിലും 45, 1000 ആണെങ്കിലും 45. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്ര മാറിയാലും ഹാഫ് ലൈഫിന് എന്താണ് ഒരേപോലെ ഉണ്ടാകും. കാരണം എന്തുകൊണ്ട്, ദിസ് റിയാക്ഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട്. അതെങ്ങനെ മനസ്സിലായി ഫസ്റ്റ് ഓർഡർ ആണ്? അതിന്റെ യൂണിറ്റ് അടുത്ത് ഈ സെക്കൻഡ് ഇൻവേഴ്സ് യൂണിറ്റ് തന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്താണ്, സീറോ ഓർഡറിലെ ഓർത്തേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എന്ത്, റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. റിയാക്ടന്റ് കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആണ് എന്തെന്നാണ് നമ്മളെ റേറ്റ് എന്ന് പറയുന്നത്, സീറോ ഓർഡറിന്റെ റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. അതല്ല, അത് ആൻസർ അല്ല. നമ്മൾ ആകെ ആര് മാത്രമേ ഉള്ളൂ, നമ്മളെ റേറ്റ് കോൺസ്റ്റന്റ്, റേറ്റ് ഓഫ് ദി റിയാക്ഷന് ഇൻഡിപെൻഡന്റ് ആര് മാത്രമേ, കോൺസെൻട്രേഷനോട് മാത്രമേ ഇൻഡിപെൻഡന്റ് ഉള്ളൂ. ബാക്കിയുള്ളതിനോടൊക്കെ ഡിപെൻഡന്റ്. മനസ്സിലായോ? ബാക്കിയുള്ളത് ഇൻഡിപെൻഡന്റ് ഒന്നും അല്ല, ഡിപെൻഡന്റ് ആണ്, ടെമ്പറേച്ചറിനോട് ഡിപെൻഡന്റ് ആണ്. അപ്പൊ ബി അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ കട്ട് ചെയ്താൽ പറ്റും, ബി അല്ലെങ്കിൽ 4ഉം കട്ട് ചെയ്യുക, അതുപോലെ തന്നെ 2ഉം കട്ട് ചെയ്യുക. പിന്നെ ഏതാണ് 1ഉം 3ഉം. അതിൽ നോക്കുക അടുത്തത്, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദി റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. അപ്പോൾ സി ശരിയാണ്. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ പറയാം എന്താണ്, എ, സി ആൻഡ് ഡി ഓൺലി. ഡി എന്ന് പറയുന്നത് എന്താണ്, സീറോ ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മെയിൻ എക്സാമ്പിൾ ആയി പഠിക്കുന്ന ഒന്നാണ് തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് HI ഓൺ ഗോൾഡ് സർഫസ് എന്ന് പറയുന്നത്. അത് സീറോ ഓർഡറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് റിയാക്ഷനിൽ ഒന്നാണ് എന്താ പറയുന്നത്, HIന്റെ ഡീകമ്പോസിഷൻ എന്നാണ്. അപ്പോൾ എയും സിയും ഡിയും വരുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ആണ് എന്ത്, കറക്റ്റ്. അടുത്ത, പ്ലോട്ട് ഓഫ് log k വേഴ്സസ് 1/t ഓഫ് എ റിയാക്ഷൻ ഈസ് ലീനിയർ വിത്ത്. അതായത് എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? ഇത് നമ്മളെ അറീനിയസ് ഇക്വേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അറീനിയസ് ഇക്വേഷൻ നമുക്ക് അറിയാം എന്താണ്, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. കെ ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി അല്ലെ. ഇ ഡോട്ട് ആണ് കേട്ടോ, അത് ഇ എ ബൈ ആർ ടി. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മളെ അറീനിയസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന്റെ എന്താണ്, പ്ലോട്ട് വരച്ചപ്പോ ലോഗ് കെ വേഴ്സസ് 1/t ഓഫ് റിയാക്ഷൻ വരച്ചപ്പോ ലീനിയർ ആണ് കിട്ടിയത്. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് സ്ലോപ്പ് ആൻഡ് സീറോ ഇന്റർസെപ്റ്റ് ആണോ, പോസിറ്റീവ് സ്ലോപ്പ് ആൻഡ് നോൺ സീറോ ഇന്റർസെപ്റ്റ് ആണോ, നെഗറ്റീവ് സ്ലോപ്പ് ആൻഡ് സീറോ ഇന്റർസെപ്റ്റ് ആണോ, നെഗറ്റീവ് സ്ലോപ്പ് ആൻഡ് നോൺ സീറോ ഇന്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വരച്ചു കഴിഞ്ഞാല് ലോഗ് കെ വെച്ചിട്ട് നമുക്ക് തന്നെ അറിയാം, ഇത് ഇക്വേഷൻ വെച്ച് കണ്ടിട്ട് നോക്കാം. ഇവിടെ ലോഗ് കെ അഥവാ എല്ലാത്തിനും ലോഗ് കൊടുക്കുക, എല്ലായിടത്തും ലോഗ്. അപ്പൊ ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ ഈസ് ഈക്വൽ ടു ലോ ലോഗ് ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ലോഗ് കെയും ടിയും, ഇവിടുത്തെ കെയും 1/tയും എങ്ങനെയാണുള്ളത്, ഇൻവേഴ്സ്ലി അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുക, ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ലോഗ് കെ വേഴ്സസ് 1/t ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ആ ഗ്രാഫ് എങ്ങനത്തെ ഗ്രാഫ് ആയിരിക്കും ഉണ്ടാകുക, ലോഗ് കെ വേഴ്സസ് 1/t ഗ്രാഫ്. ലോഗ് കെ നമ്മൾ എവിടെ വരക്കും, ലോഗ് കെ നമ്മൾ വൈ ആക്സിലാണ് ലോഗ് കെ വരയ്ക്കുക. വൈ ആക്സിൽ ലോഗ് കെ എടുക്കും. അതുപോലെ തന്നെ എക്സ് ആക്സിൽ നമ്മൾ എന്തെടുക്കും 1/t എടുക്കും. അങ്ങനെയാണ് ഒരു വരക്കാൻ പറഞ്ഞത് 1/t. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗ്രാഫ് എങ്ങനത്തെ ഗ്രാഫ് ആയിട്ടാണ് വരിക, ഇതുപോലത്തെ ഗ്രാഫ് ഉണ്ടാകുക. കാരണം എന്താണ്, കെയും ടിയും ഇത് എങ്ങനെ അടക്കുന്നത്, ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എക്സ്പൊണൻഷ്യലിന്റെ മേലായിട്ടാണ് ഇത് എന്ത് ചെയ്യണത്, കടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ഉണ്ടാകുക, നെഗറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫ് ആയിരിക്കും ഉണ്ടാകുക. ആൻഡ് നോൺ സീറോ ഇന്റർസെപ്റ്റ് എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും. സീറോ അല്ലായിരിക്കും, നോൺ സീറോ ഇന്റർസെപ്റ്റ്. കാരണം നമുക്ക് എന്താണ്, നമ്മളിതില് ഇക്വേഷൻ നിങ്ങൾ നോക്ക്, ഇതെന്താ പറഞ്ഞത്, ഈ നമ്മൾ മേലെ അറിയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ എല്ലായിടത്തും ലോഗ് അപ്ലൈ ചെയ്താൽ എന്താ വരിക, ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ്, ഇനി അടുത്ത എക്ക് ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് എ ഈസ് ഈക്വൽ ടു പിന്നെ നമ്മൾ എന്താ ഉള്ളത്, മൈനസ് ഇ റേസ് ടു ഇ എ ബൈ ആർ ടി എന്നാണ്. നമ്മൾ എക്സ്പൊണൻഷ്യൽ നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, അത് കട്ട് ചെയ്ത് പോകും. നമുക്ക് എന്തേ വരുള്ളൂ, ഇ എ ബൈ വെറും ഇ എ ബൈ. ഇത് നമ്മൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞാണ് ഇ എ ബൈ
ആർ ടി എന്ന് മാത്രമേ വരുള്ളൂ. ഇ എ ബൈ ആർ ടി. ഇ എ ബൈ ആർ ടി ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഈ ലോഗ് കെ വെറും നമ്മൾ ലോഗ് കെ വേഴ്സസ് ഈ ലോഗ് കെയും അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള 1/t വെച്ച് വരച്ച് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ മൈനസ് അല്ലേ, അതുകൊണ്ട് നെഗറ്റീവ് സ്ലോപ്പാണ് ഉണ്ടാകുക. നെഗറ്റീവ് സ്ലോപ്പാണ് ഉണ്ടാകുക. പിന്നെ ഇന്റർസെപ്റ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാകുക? ഇതെങ്ങനെ ഇത് ലോഗൊക്കെ വൈ എം എക്സ് എം എം ആണ് സ്ലോപ്പ്, എം എക്സ് പ്ലസ് സി ആ ഫോർമാറ്റിലാണ് കിടക്കണം. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അതാണ് നമ്മുടെ സ്ലോപ്പിന്റെ ഇക്വേഷൻ അല്ലേ. അപ്പൊ വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ സി ആണ് ഇന്റർസെപ്റ്റ്. ഇന്റർസെപ്റ്റ് എന്താണ് വരിക? ലോഗ് എ എന്നുള്ള സാധനം വരിക. ലോഗ് എ അല്ലെ. ലോഗ് എ അതെന്താ നോൺ സീറോ അല്ലേ? സീറോ അല്ലേ ആയിരിക്കും. നോൺ സീറോ ആയിരിക്കും. അതുകൊണ്ടാണ് നോൺ സീറോ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞത്. അടുത്ത ഇതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ഒരു വേറൊരു ഫോർമാറ്റ് വെച്ചിട്ടാണ് സെയിം ക്വസ്റ്റ്യൻ, സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നോക്ക്. ദ ടെമ്പറേച്ചർ ബിക്കംസ് ഇൻഫിനിറ്റ് ദെൻ ഐഡന്റിഫൈ ദി കറക്റ്റ് പാറ്റേൺ ഓഫ് ദി പ്ലോട്ട് എൽ ആൻഡ് കെ വേഴ്സസ് 1/t യൂസിങ് അറീനിയസ് ഇക്വേഷൻ. ഏതാണ് ഇത്? നമ്മളിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാണ് അല്ലെ? നെഗറ്റീവ് സ്ലോപ്പ് വരുന്ന ഇത് അല്ലെ. അടുത്ത് നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലോട്ട്സ് റെപ്രസെന്റ്, വീണ്ടും സെയിം ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലോട്ട് റെപ്രസെന്റ് ദി അറീനിയസ് റേറ്റ് ഇക്വേഷൻ കെ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി വിത്ത് എ ഇസ് ഈക്വൽ ടു 3 × 10⁷ ആൻഡ് ഇ എ ഇസ് ഈക്വൽ ടു 3 × 10⁷. നിങ്ങളോട് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലോട്ട് റെപ്രസെന്റ് അറീനിയസ് ഇക്വേഷൻ. ഏതാണ് അറീനിയസ് ഇക്വേഷൻ? അല്ലാതെ ആ വാല്യൂസിലൊന്നും ഒരു ഇമ്പോർട്ടന്റും ഇല്ല. ഇതിൽ ഏതാണ് അറീനിയസ് ഇക്വേഷന്റെ ആ ഒരു ലോഗ് കെയും അതുപോലെ തന്നെ ആരൊക്കെ വെച്ചിട്ട് വരക്കാൻ? ലോഗ് കെയും ലോഗ് എന്നൊന്നുമില്ല. അറീനിയസിന്റെ ഏതാണ് കറക്റ്റ് എന്ന്, അറീനിയസ് ഇക്വേഷനിൽ ഏതാണ് കറക്റ്റ്, ഇത് എന്തായാലും ആണ് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞാണ് നെഗറ്റീവ് സ്ലോപ്പ് വിത്ത് നോൺ സീറോ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാഫ് നമ്മൾ എന്താണ്. പിന്നെ ഇതിൽ ഏതെങ്കിലും ശരി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. ഏതാണ് ശരി? ഈ ഒന്നാമത്തത് ശരിയാണ്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ ഇക്വേഷൻ എന്താ? കെ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി അല്ലെ. ഈ എന്ന് പറയുന്നതാണ് എക്സ്പോണൻഷ്യൽ ആണ്. എക്സ്പോണൻഷ്യൽ വരുന്ന ഗ്രാഫാണ്. ഈ എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ് ഇതുപോലെ വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷന്റെ ഗ്രാഫ് ഇതും അതിൻ്റെതാണ്. മനസ്സിലായോ? കാരണം ഇങ്ങനെ ഈ എക്സ്പോണൻഷ്യൽ നമ്മൾ ഇക്വേഷനിൽ എക്സ്പോണൻഷ്യൽ വരുന്നുണ്ട്. എക്സ്പോണൻഷ്യൽ വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഗ്രാഫ്, ഈ ഒരു ഗ്രാഫും ശരിയാണ്, അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രാഫ് ശരിയാണ്. അപ്പൊ ആൻസർ ഈസ് 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. ഡീകമ്പോസിഷൻ ഓഫ് HI ion gold surface is follow the following equation. Ct is equal to Z0 plus Kt, where Ct is the concentration of H2 at the time t. Z0 is the initial concentration of H2 at the time 0. If initially few moles of hydrogen are present in the container, then which of the following graph is correct? ഏത് ഗ്രാഫാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. ശരിക്കും നമ്മൾ CT=Z0 KT എടുത്തു കഴിഞ്ഞാല് നമ്മൾ ഇക്വേഷൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇവിടെ എഴുതിയിട്ടുണ്ട്? CT=Z0 മൈനസ് KT എന്നുള്ള ഗ്രാഫ് എടുത്തതിന് നമ്മൾ ഗ്രാഫ് എങ്ങനെ ഏതൊക്കെ എടുക്കണേ? CT-യും ആരൊക്കെ വെച്ചിട്ട് ഗ്രാഫ് ടൈമാണ് എക്സ് ആക്സിൽ എടുത്തിട്ടുള്ളത്. വൈ ആക്സിൽ CT മീൻസ് കോൺസെൻട്രേഷൻ അറ്റ് ടൈം T ആണ്. അതിന് വരെ ഇവിടെ P എന്ന് പറയുന്നതാണ് പാർഷ്യൽ പ്രഷർ. P ആണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്? എടുത്തിട്ടുള്ളത്. നോ വറി, അത് CT എന്നാണെങ്കിലും അതുപോലെ തന്നെ P എന്നാണെങ്കിലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ബട്ട് അതെടുത്ത് വരച്ച് ഗ്രാഫ് വരച്ച് നമുക്ക് എന്ത് കിട്ടും? ഇതുപോലത്തെ ഗ്രാഫാണ് കിട്ടുക. സെയിം ഇത് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടുക. C എന്ന് പറഞ്ഞ ഗ്രാഫാണ് കിട്ടുക ശരിക്ക്. ബട്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഇനീഷ്യലി ഫ്യൂ മോൾസ് ഓഫ് ഹൈഡ്രജൻ ആർ പ്രസന്റ്, കുറച്ച് ഹൈഡ്രജൻസ് പ്രസന്റ്, ഇനീഷ്യൽ ആയിട്ട് തന്നെ കുറച്ച് ഹൈഡ്രജൻസ് പ്രസന്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ ഗ്രാഫ് എന്ത് ചെയ്യും? ശരിക്കും ഗ്രാഫ് C ആണ് യഥാർത്ഥത്തിലുള്ള ഗ്രാഫ്. ബട്ട് ഇനീഷ്യലി ഫ്യൂ മോൾസ് ഓഫ് ഹൈഡ്രജൻ പ്രസന്റ് ആയതുകൊണ്ട് ഗ്രാഫിന് എന്തുണ്ടാകും? കുറച്ച് ഹൈഡ്രജൻ പ്രസന്റ് ആയതുകൊണ്ട് കുറച്ച് ഒന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഇതുപോലത്തെ ഗ്രാഫായിട്ട് ഒന്നും കൂടിയും മുകളിലേക്ക് കയറിയിട്ടുള്ള ഗ്രാഫാണ് കിട്ടുക. കാരണം ഇനീഷ്യലി ഫ്യൂ മോൾസ് ഹൈഡ്രജൻ പ്രസന്റ് ആയതുകൊണ്ട് കുറച്ച് ഗ്രാഫിന്റെ ഡീവിയേഷൻ ഒന്ന് കൂടും, മേലേക്കാവും. ഓക്കെ. അടുത്ത, ഇഫ് ദി റേറ്റ് ലോ ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ എ concentration units mole dm raised to -3, the unit of the third order reaction is. തേർഡ് ഓർഡർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ യൂണിറ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. തേർഡ് ഓർഡറിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്ക് അറിയാം. നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? കോൺസെൻട്രേഷൻ റേസ് ടു 1 - n ടൈം റേസ് ടു -1 is equal to K എന്നാണ്
കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് എൻ ടൈം റേസ് ടു -1 ഈസ് ഈക്വൽ ടു കെ. ഇതാണ് നമ്മളെ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ നമ്മൾ തേർഡ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്തിട്ട് കൊടുക്കുക, എന്നിനൊക്കെ എന്തിട്ട് കൊടുക്കുക, 3 എന്നിട്ട് കൊടുക്കുക അല്ലെ. എൻ എന്ന് പറയുന്ന ഓർഡർ ആണ്. ആ തേർഡ് ഓർഡർ എന്ന് ക്വസ്റ്റൻ അതുകൊണ്ട് തന്നെ 1 മൈനസ് 3 ടൈം റേസ് ടു -1 എന്നിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ടേം നമ്മളെ ഓപ്ഷൻസിൽ എന്താണ് DM⁻³ എന്നാണ് തന്നിട്ടുള്ളത്. DM⁻³ എന്ന ടേമിലാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. നമ്മൾ കോൺസെൻട്രേഷൻ എന്താ ചെയ്തത് അവിടെ പറഞ്ഞിട്ടുണ്ട്. കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ DM⁻³ എന്നാണ്. അപ്പൊ കോൺസെൻട്രേഷൻ എന്ന സാധനം മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കുക, മോൾ DM⁻³ എന്ന് കൊടുക്കുക. മോൾ DM⁻³ എന്ന് കൊടുക്കുക. ബാക്കിയൊക്കെ സെയിം 1 മൈനസ് 3 എന്ന് വരും. അപ്പൊ എത്ര -2 അല്ലേ. അപ്പൊ -2 എന്ന് പറയുമ്പോൾ മോൾ 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ എത്ര വരിക, മോൾ റേസ് ടു 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ മോൾ റേസ് ടു -2. പിന്നെ DM⁻³ എന്നുണ്ട്, അതിന്റെ റേസ് ടു 1 മൈനസ് 3 എന്നുണ്ട്. 1 മൈനസ് 3 പറയുമ്പോൾ -2. അപ്പൊ DM⁻³ ഹോൾ റേസ് ടു 1 മൈനസ് 3 അഥവാ -2 അല്ലെ. DM⁻³ ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ എന്ത് വരും, DM⁻6 എന്ന് വരും. എസ് ഇൻവേഴ്സ് കെ. ആൻസർ എന്ത് ചെയ്തിട്ട് വളരെ വൃത്തിക്ക് പ്രോപ്പർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, സിമ്പിൾ ആണ്. എന്താണ് ഇവിടെ ഉള്ളത് നമുക്കറിയാം. യൂണിറ്റ് ആണുള്ള ഇക്വേഷൻ കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് എൻ ടൈം റേസ് ടു -1 ഈസ് ഈക്വൽ ടു കെ ആണെന്ന്. കോൺസെൻട്രേഷൻ മോൾ DM⁻³ എന്ന ഫോർമാറ്റിലാണ് ഇവർ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കോൺസെൻട്രേഷൻ മാറ്റി മോൾ DM⁻³ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, എഴുതി. ദെൻ 1 മൈനസ് എന്നിന് എന്തിട്ട് കൊടുത്തു, n തേർഡ് ഓർഡർ എന്ന് ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ 1 മൈനസ് 3 അല്ലെ n3 എന്ന് ഇട്ട് കൊടുത്തു. ദെൻ ആൻസർ ഈസ്, എന്നിട്ട് നമ്മളെ പവറിന് എന്ത് ചെയ്തു, പവർ ആഡ് ചെയ്തിട്ട് എഴുതിയപ്പോൾ ആൻസർ നമുക്ക് എന്ത് ചെയ്തു, മോൾ റേസ് ടു -2 DM⁻6 എസ് ഇൻവേഴ്സ് is equal to K എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ദി റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദി ഗ്യാസ് ഫേസ് റിയാക്ഷൻ ടു NO2 plus F2 gives 2 NO2F is 38 dm³ മോൾ റേസ് ടു -1 സെക്കൻഡ് ഇൻവേഴ്സ് അറ്റ് 300 Kelvin. ദ ഓർഡർ ഓഫ് റിയാക്ഷൻ. അപ്പൊ ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റനിൽ എന്ത് തന്നിട്ടുള്ളത്, യൂണിറ്റ്. ഓൾറെഡി ഒരു യൂണിറ്റ് അവിടെ തന്നിട്ടുണ്ട്, ഞാൻ അടിവാരം ഇട്ടിട്ടുണ്ട്. DM³ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. ഇത് എപ്പോഴാണ് നമുക്ക് കിട്ടുക, നമുക്കറിയാം യൂണിറ്റ് ആണുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇതാ അല്ലേ, ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് എൻ ടൈം ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു കെ എന്നാണ് നമ്മൾ എന്ത് യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ. കോൺസെൻട്രേഷൻ നമ്മൾ ഏത് ഫോർമാറ്റിൽ എഴുതും, കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ DM ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡെസിമൽ ആ ഒരു ഫോർമാറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. ഡെസിമീറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യും, മോൾ DM⁻³ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, മോൾ DM⁻³ എന്ന് പറഞ്ഞിട്ട് എഴുതാം. 1 മൈനസ് എൻ ടൈം നമ്മൾ സെക്കൻഡ് ഇൻവേഴ്സ് കെ എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, യൂണിറ്റ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഏതാണ് ഓർഡർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്, DM³ അല്ലെ. DM³ നമ്മൾ ഇക്വേഷനിൽ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, മോൾ 1 റേസ് ടു n DM⁻³ ഇൻറ്റു 1 മൈനസ് n എന്ന് പറയുമ്പോൾ എന്താ വരിക, -3 പ്ലസ് n -1 സെക്കൻഡ് ഇൻവേഴ്സ് -3 പ്ലസ് n സെക്കൻഡ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു കെ എന്ന് വരും. ദെൻ നമ്മൾ എന്തിട്ട് കൊടുത്തു, നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ആൻസർ എന്താണ്, മോളിന് എന്ത് കിട്ടണം. ഇവിടെ മോള് 1 മൈനസ് n എന്നായിട്ടാണ് കിടക്കുന്നത്. മോൾ എന്താ നമുക്ക് വേണ്ടത്, വെറും മൈനസ് വേണ്ടത്. മോൾ എന്തായിട്ട് നമുക്ക് വേണ്ടത് -1 എന്ന് വേണ്ടത്. മോൾ എന്തായിട്ട് വേണ്ടത് -1. മോൾ -1 എപ്പോഴാകുക, മോള് എന്നിന് എന്തിട്ട് കൊടുക്കുമ്പോഴാണ് മോളിന് -1 കിട്ടുക. എന്നിന് എന്തിട്ട് കൊടുക്കും, എന്നിന് 2 എന്ത് വരും, മുകളിൽ -1 എന്ന് വരും. അതുപോലെ എന്നിന് ഇവിടെ എന്ത് ചെയ്യണം, ഈ എന്നിന് എന്ത് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് അവിടെ DM³ എന്ന് വരും. ദെൻ സെക്കൻഡ് ഇൻവേഴ്സ് കെ എന്ന് കിട്ടും. അപ്പൊ എന്നിന് 2 ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന അതേ ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ എന്താണ്, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ റിയാക്ഷൻ ടു X3 gives 3X2, the rate of formation of X2 is അത് നമ്മൾ നേരത്തെ പറഞ്ഞു, റേറ്റ് ഓഫ് ഫോർമേഷൻ. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷനിൽ എന്ത് ചെയ്യാണ്, പറയാണ് എന്ത് 2X3 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇൻസ്റ്റന്റേനിയസിൽ -1/2 dx3/dt is equal to 3X2 നമ്മൾ എങ്ങനെ എഴുതാം, പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, 1/3 dx2 /dt എന്ന് എഴുതാം.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അതിന് ആ 3നെ എന്ത് ചെയ്തു ഈ സൈഡിലേക്ക് കൊടുന്നു. അപ്പൊ നമ്മൾ എന്ത് അടി കിടന്ന 3 മേലേക്ക് വരുമ്പോൾ എന്ത് വരും -3/2 dx3/dt dx2/dt. ആ ഫോർമാറ്റിൽ നമ്മൾ ആൻസർ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ ഓപ്ഷൻ എന്ത് ചെയ്യുക ടിക്ക് ഇട്ട് കൊടുക്കുക. അടുത്ത ഫോർ ദി റിയാക്ഷൻ P+Q+R gives S. Experimental data for the measured initial rate is given below. ആ ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്. 4 എക്സ്പെരിമെന്റ് നടത്തി. 4 എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ നമ്മൾ റിയാക്ടന്റ് ആയിട്ട് എടുത്തിരുന്നത് പിയും ക്യൂവും ആറും ഒക്കെയാണ്. അപ്പൊ പി ഇനീഷ്യൽ കോൺസെൻട്രേഷനും പിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും എക്സ്പെരിമെന്റിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് പി തന്നിട്ടുണ്ട്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ക്യൂ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ആർ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഇനീഷ്യൽ റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നിങ്ങളോട് പറയാണ്, നിങ്ങളോട് അതില് ഓക്കെ നമ്മൾ എന്ത് ചെയ്യാണ് നമുക്ക് ഇതാണ് ഡാറ്റ ആയിട്ട് തന്നിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഡാറ്റ, അത് ഇനീഷ്യൽ കോൺസെൻട്രേഷനും അതുപോലെ ക്യൂവിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനും ആറും തന്നിട്ട് നിങ്ങളോട് പറയാണ് അത് ഏതാണ് ഓർഡർ എന്ന് നിങ്ങളോട് എന്ത് ചെയ്യാണ് ചോദിച്ചിട്ടാണ് ഏത് ഓർഡർ ആണെന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് ഈ റിയാക്ഷൻ എടുത്തു. ഏത് നമ്മളെ കോമൺ പിയും ക്യൂവും ആറും എന്ന റിയാക്ഷൻ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റും. എന്താ R=K P⁻A അതുപോലെ Q⁻B K⁻C. കാരണം നമ്മൾ പി ക്യു ആർ ആണല്ലോ തന്നിട്ടുള്ളത്. അപ്പൊ പി ക്യു ആറില് അല്ലെ നമുക്ക് തന്നത് ഏതൊക്കെയാണ്? പി ക്യു ആർ ആണ് നമ്മൾ എന്ത് അറിയണത് നമ്മളെ റിയാക്ടന്റ്. അപ്പൊ നമ്മൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും റേറ്റിലോ? R=K ഇൻറ്റു റേറ്റ് കോൺസ്റ്റന്റ് K ഇൻറ്റു P⁻A. അത് നമ്മളെ ഓർഡർ എന്താ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് മേലെ നമ്മൾ ഓർഡർ മീൻസ് നമ്മൾ എന്താണ് സ്റ്റോഷിയോമെട്രിക് ഇട്ടുകൊടുക്കുക. നമ്മൾ കോമൺ ആയിട്ട് ജനറൽ ഫോർമുല എഴുതുന്ന പോലെ എന്താണ് R=K ഇൻറ്റു P⁻A. ഒരു അസംഷൻ ചെയ്യാണ് നമ്മൾ Q⁻B K അതുപോലെ തന്നെ R⁻C ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് തന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ് ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു 3 പോയിന്റ് ഈ ഒരു രണ്ടെണ്ണം അഥവാ നമ്മളെ എക്സ്പെരിമെന്റ് 2യും എക്സ്പെരിമെന്റ് 3യും നമ്മൾ എന്താണ് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്പെരിമെന്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക എടുക്കുക. അപ്പോൾ വേണമെങ്കിൽ എക്സ്പെരിമെന്റ് 1ഉം 2ഉം എടുക്കുക, എക്സ്പെരിമെന്റ് 3യും 4 നമ്മൾ എന്ത് ചെയ്യുക എക്സ്പെരിമെന്റൽ 2ഉം 3യും എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 0.4 ആറിൽ ഇവിടെ 0.4 അതുപോലെ തന്നെ ഇവിടെ 0.4 ഉണ്ട് അല്ലേ. ഓക്കെ രണ്ടിടത്ത് 0. നമ്മുടെ അടയാളപ്പെടുത്തി തരാം. നോക്കിക്കുക ഇവിടെ 0.4 ഉണ്ട്, ഇവിടെ 0.4 രണ്ടെണ്ണത്തിനും 0.4 ആണ്. അതുപോലെ ഇവിടെ അതേപോലെ രണ്ടിനും എന്ത് ചെയ്യുന്നുണ്ട് 0.4 രണ്ടിനും 2ഉം 3ക്കും എക്സ്പെരിമെന്റ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 2ഉം 3യും എക്സ്പെരിമെന്റ് എടുത്തത്. കാരണം രണ്ടും 0.4 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേഗം കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് എക്സ്പെരിമെന്റ് 2 ആൻഡ് 3 കൺസിഡർ ചെയ്യാണ്. അപ്പൊ എക്സ്പെരിമെന്റ് 2 ആൻഡ് 3 നമ്മൾ റേറ്റ് എങ്ങനെ എഴുതാൻ പറ്റും? അവിടെ റേറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 3ന്റെ റേറ്റ് എന്താണ് 1.28 ഇൻറ്റു 10⁻³ ഉണ്ട്. അതുപോലെ 2ന്റെ എന്താണ് 3.2 ഇൻറ്റു 10⁻⁴ ആണ്. അപ്പൊ നമ്മൾ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റിൽ ഇത് നമ്മൾ എന്താണ് റേറ്റ് എക്സ്പ്രഷനിൽ എഴുതാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 പോയിന്റ് ഇവിടെ കൊടുക്കുക 3.2 ഇൻറ്റു 10⁻⁴ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ പിന്റെ കോൺസെൻട്രേഷൻ അവിടെ അറിയാം ഇത് 0.4 എന്നല്ലേ എന്നല്ലേ. അതുപോലെ തന്നെ ബിന് 0.5 ആണ്. അതുപോലെ തന്നെ ആറിന് എന്താണ് 0.4 അതൊക്കെ നമ്മൾ എയും ബിയും സി ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ അസംഷൻ ആണ് ഇട്ട് കൊടുക്കാൻ. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഇപ്പൊ എടുത്തത് നമ്മൾ 3 പോയിന്റ് വരുന്നതാണ് നമ്മൾ ഇനീഷ്യൽ റേറ്റ് ആണ് 3 പോയിന്റിന്റെ അടുത്ത്. ഇനി തേർഡ് എക്സ്പെരിമെന്റ് അതേപോലെ എടുക്കുക. തേർഡ് എക്സ്പെരിമെന്റ് എടുത്തു, അതും അതേപോലെ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ 0.4ഉം 0.4ഉം കട്ട് ചെയ്തു. പിന്നെ നമ്മൾ അതിൽ എന്താ ഉണ്ടാകുക 10⁻⁴ഉം 10⁻⁴ എന്ത് ചെയ്തു കട്ട് ചെയ്ത് പോയി. നമ്മൾ 10⁻⁵ എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. ഇതാണ്ടോ 10⁻³ ആണ് 10⁻³ ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു 10⁻⁴ എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്തു എഴുതി. ദെൻ എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു 0.4ഉം 0.4ഉം എന്ത് ചെയ്തു കട്ട് ചെയ്ത് കളഞ്ഞു. Then എന്നിട്ട് നമുക്ക് എന്തു നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഇത് 3.2 ഡിവൈഡ് ബൈ 12.8 അത് ചെയ്താൽ നമുക്ക് എന്നിട്ട് 1/4 കിട്ടും. അത് നമ്മൾ ഡിവൈഡ് നമുക്ക് എന്നിട്ട് 1/4 കിട്ടും. അതേപോലെ തന്നെ 0.5 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് അത്ര 2ൽ എത്ര 0.5 ഉണ്ട് 4 അല്ലെ. അപ്പൊ എന്താണ് 4 ടൈംസ്. അപ്പൊ നമ്മൾ 1/4 എന്ന് എഴുതി. 1/4 ഈസ് ഈക്വൽ ടു 1/4 എന്ന് എഴുതി. അപ്പൊ ബി എന്താ കിട്ടുക? ബി ഈസ് ഈക്വൽ ടു 1 എന്നല്ല കിട്ടുക അല്ലെ. 1/4 ഈസ് ഈക്വൽ ടു 1/4 എന്ന് പറഞ്ഞാൽ ബി എന്താ കിട്ടുക? 1 കിട്ടുക. അപ്പൊ നമുക്ക് ബി കിട്ടി. അതേപോലെ നമ്മൾ അടുത്ത രണ്ട് എക്സ്പെരിമെന്റ് എടുക്കുക. അടുത്ത രണ്ട് എക്സ്പെരിമെന്റ് ഞാൻ എടുക്കുന്നത് ഏതാണ്? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം 1ഉം 2ഉം എടുക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് 3.2 വരുന്നത്
ഏതെടുത്ത് വണ്ണും ടു എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ണും ഫോർ എടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് കളയാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് എടുത്താണ്. ഇപ്പൊ നമുക്ക് ബി കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത എയോ സിയോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് വണ്ണും ഫോർ എടുക്കുക. സെയിം മെത്തേഡിൽ എന്ത് ചെയ്തു ചെയ്യുക, റേറ്റ് എഴുതുക, കട്ട് ചെയ്ത് കളയേണ്ടത് കട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ചെയ്യുമ്പോൾ എ കിട്ടും. അപ്പൊ ബിയും കിട്ടി, എയും കിട്ടി. ദെൻ അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സെറ്റ് രണ്ട് എക്സ്പെരിമെന്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തും കിട്ടും, സിയും കിട്ടും. അപ്പൊ ഓരോ രണ്ട് എക്സ്പെരിമെന്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എയും ബിയും സിയും കിട്ടും. എയും ബിയും സിയും. അപ്പൊ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എയും ബിയും സിയും കണ്ടുപിടിക്കാനാണ്. അത് നിങ്ങൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, എ റിയാക്ഷൻ ഫോളോ സെക്കൻഡ് ഓർഡർ റേറ്റിലോ ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ എ സ്ക്വയർ ഇഫ്. അതെന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് റേറ്റ്, നമുക്ക് സെക്കൻഡ് ഓർഡറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. 1/at ഇസ് ഈക്വൽ ടു 1/a0 ഇസ് ഈക്വൽ ടു 1/at മൈനസ് 1/a0 ഇസ് ഈക്വൽ ടു k2t എന്നാണ്. അതിൽ നമ്മൾ ഗ്രാഫ്, ക്വസ്റ്റ്യൻ ഗ്രാഫാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗ്രാഫ് തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് തന്നിട്ടുണ്ടായിരുന്നത്, ഇത് നമ്മൾ എന്താണ് ഫോർമാറ്റിലേക്കായിട്ട് എഴുതുമ്പോൾ നമുക്ക് എക്സ് ആക്സിൽ ടിയും വൈ ആക്സിൽ 1/at ആണ്. അപ്പൊ നമ്മൾ എന്താണ് നമ്മളെ ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എഴുതുന്നുണ്ട്. സ്ലോപ്പിന്റെ ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു mx പ്ലസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, വൈനിൽ 1/at എന്നാക്കണം. y ആക്സിൽ 1/at ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 1/8നെ ഒരു സൈഡ് നിർത്തിയിട്ട് എന്ത് ചെയ്തു, ഈ മൈനസ് 1/a0 എന്ത് ചെയ്തു ആ സൈഡേക്ക് കൊണ്ട്. അപ്പൊ എന്ത് വരും, k2t പ്ലസ് എന്ന് വരും. 1/a0 മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, പ്ലസ് 1/a0 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, y ഇസ് ഈക്വൽ ടു mx പ്ലസ് വൈനെ എന്ത് ചെയ്തു 1/at എന്ന് അവിടെ കൊടുത്തു. അതുപോലെ തന്നെ എക്സിന് സ്ഥാനത്ത് എന്ത് കൊടുത്തു, ടി എന്ന് കൊടുത്തു. ഇത് നമ്മളെ ഗ്രാഫ് എന്ത് കിട്ടും, ഗ്രാഫ് അഥവാ ഇന്റർസെപ്റ്റ് എന്ത് കിട്ടും, 1/a0. അതായത് ഇന്റർസെപ്റ്റ് അവിടെ ഇന്റർസെപ്റ്റ് ഉണ്ട് 1/a0. അതാണ് ഇവിടെ ഇന്റർസെപ്റ്റ്. ഈ ഇന്റർസെപ്റ്റ് 1/a0. അപ്പൊ നമ്മുടെ ഗ്രാഫ് ദിസ് ടൈപ്പ് ഓഫ് ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇനി അടുത്ത, ഇഫ് ദി കോൺസെൻട്രേഷൻ, നമ്മൾ സെയിം ക്വസ്റ്റ്യൻ, ഇഫ് ദി കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം പ്ലോട്ട് ഈസ് ഫോൺ ടു ബി ലീനിയർ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്, ദ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ഈസ്. എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്, കോൺസെൻട്രേഷനും ടൈമും വെച്ച് വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലീനിയർ ഗ്രാഫ് കിട്ടി വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് സ്ലോപ്പ് കിട്ടുന്നത്, നെഗറ്റീവ് സ്ലോപ്പ് ഓർഡർ എന്തായിരിക്കും അത് നമുക്കറിയാം. ഓർഡർ എന്തായിരിക്കും, സീറോ ഓർഡർ റിയാക്ഷൻ. നമ്മൾ എന്ത് ചെയ്യും, സീറോ ഓർഡറിന്റെ ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, സീറോ ഓർഡറിന്റെ ഗ്രാഫ്. അപ്പൊ ആൻസർ ഈസ് സീറോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ ഗിവൺ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ദ റിയാക്ടന്റ് റെഡ്യൂസസ് ടു 1/4 ദി ഇനീഷ്യൽ വാല്യൂ ഇൻ 10 മിനിറ്റ്, ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദി റിയാക്ഷൻ എന്നാണ്. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദി റിയാക്ഷൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമുക്ക് ഇക്വേഷൻ അറിയാം, എന്താണ്, KT ഈസ് ഈക്വൽ ടു 2.303 ലോഗ് a0/at എന്നുള്ളത്. നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ, റേറ്റ് കോൺസ്റ്റന്റ് ആണ്, K ആണ് അവിടെ. അപ്പൊ K അവിടെ നിർത്തിയിട്ട് T ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എന്ത് വരും, 2.303/t ലോഗ് a0/t എന്ന് വരും. T എത്രയാണ്, T നമ്മളെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എത്രയാണ്, 10 മിനിറ്റ് എന്ന് ക്വസ്റ്റ്യൻ. അത് നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റൊന്നും വേണ്ട, 10 മിനിറ്റ് അതേപോലെ കൊടുക്കുക. 2.303/10 മിനിറ്റ്സ് ലോഗ് a0 നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എന്തിന്റെ, റിയാക്ടിന് റെഡ്യൂസസ് ടു 1/4 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിന് പകരം എന്തിട്ട് കൊടുക്കുക, അവ a0 അതേപോലെ ഇട്ട് കൊടുക്കുക. എന്തായിട്ട് മാറുന്നുണ്ട്, റിയാക്ടിന് എന്തായിട്ട് മാറുന്നുണ്ട്, അറ്റ് ടൈം ടി, ഒരു സമയം കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായിട്ട് 1/4 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എ ടി എന്തിട്ട് കൊടുക്കുക, AT എന്നിട്ട് കൊടുക്കുക, 1/4 a0 എന്ന് ഇട്ട് കൊടുക്കുക. കാരണം എന്താണ്, a0 1/4 ആയിട്ട് മാറുന്നുണ്ട് അല്ലേ, നമ്മൾ റിയാക്ടിന് എന്തായിട്ട് മാറുന്നുണ്ട്, 1/4 ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തിട്ട് കൊടുക്കുക, ATക്ക് എന്തിട്ട് കൊടുക്കുക, 1/4 a0 എന്ന് കൊടുക്കുക. അപ്പൊ a0 കട്ട് ചെയ്ത് പോകും, ആ 1/4 മുകളിലേക്ക് വരും. അപ്പൊ ലോഗ് ഫോർ വരും. ഇത് നമ്മൾ നേരത്തെ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ എങ്ങനെയെങ്കിലും എഴുതി കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലോഗ് ഫോറിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആ ഫോറിനെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, 2 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ദെൻ നമ്മൾ പവർ മേലെ വരികയാണ്, ലോഗിന്റെ ഇതിൽ പവർ മുകളിലേക്ക് വരികയാണ്, അത് മുന്നിലേക്ക് ചാടും. നമുക്ക് അറിയുന്ന കാര്യമാണ്, പവറിൽ ലോഗിന്റെ ശേഷം പവർ വരികയാണെങ്കിൽ, ആ പവർ മുകളിലേക്ക് ചാടും. അപ്പൊ അങ്ങനെ എന്ത് വരും, 2.303 ആ മുകളിലേക്ക് എന്ത് വരും, മുകളിലേക്ക് ആ 2 വരും. മുകളിലത്തെ 2 എന്ത് ചെയ്യും, മുന്നോട്ട് വരും. അതാണ് ഈ 2 എന്ന് എഴുതിയത്. ഈ 2 എന്താണ്, ആ പവറിന്റെ 2 മുന്നിലേക്ക് വരണം. അപ്പൊ 2 × 2.303. പിന്നെ എന്താ ഉണ്ടാകുക, പവർ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെറും log 2/10 മിനിറ്റ്. log 2ന്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം, 0.3 ആണ്. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് 0.138 എന്നാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ യൂണിറ്റ് മിനിറ്റ് ഇൻവേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ്. നിങ്ങൾ ക്വസ്റ്റ്യനിൽ എന്താണോ വന്നിട്ടുള്ളത്, ഇവിടെ മിനിറ്റ് വരാൻ കാരണം നമ്മൾ 10 മിനിറ്റ് എന്നിട്ടല്ല എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് മിനിറ്റ് ഇൻവേഴ്സ് എന്ന് ആൻസർ കിട്ടിയത്. അടുത്ത, ദ
concentration of a species A undergoing the reaction A gives P is 1, 0.5, 0.33, 0.25 mole dm raised to minus 3 at T is equal to 0, 1, 2 and 3 റെസ്പെക്റ്റീവ്ലി ദ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. നമ്മൾ ഓർഡർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അറിയണത് എന്താണ്? ടി ഹാഫും ടി ഹാഫ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സ്പീഷീസ് എ അണ്ടർഗോയിങ് ദി റിയാക്ഷൻ എ ഗീവ്സ് ബി ഈസ് എന്നിട്ട് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? 1, 0.5, 0.33, 0.25 മോഡിയം ആൻഡ് ടി ഈസ് ഈക്വൽ ടു പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് മോൾ ഡി എം റേസ് ടു -3 എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഏതാണ് ഓർഡർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ബട്ട് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ടി ഹാഫ് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ടി ഹാഫും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ തന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്? ടി ഹാഫ് ഈസ് ഈക്വൽ ടു, ഇല്ലെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക, ടി ഹാഫ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A0 റേസ് ടു n-1 എന്നാണ് ഇക്വേഷൻ. ടി ഹാഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും വരുന്ന ഇക്വേഷൻ ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A0 റേസ് ടു n-1 എന്നാണ് ഇക്വേഷൻ. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് രണ്ട് റിയാക്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ഇട്ടെടുത്തു? ഒന്നാമത്തിന് ടി ഹാഫ് 1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1/A0 1 n റേസ് ടു -1 എന്നാണ് ഒന്നാമത്തതും. അതുപോലെ ടി ഹാഫ് 2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A0 n-1 എന്നാണ് 2 എന്നാണ് ട്രൂത്ത്. 1/2 എന്ത് ചെയ്തു? 1/2 എന്നാണ് സാധനം നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പല ഭാഗത്തും ആവശ്യം വരും. ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? പഠിച്ചേക്കുക. അതൊരു ഇക്വേഷൻ ആണ്. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അതേപോലെ ആൻസർ ചെയ്യാൻ പറ്റും. ടി ഹാഫ് 1 ഒന്നാമത്തെ റിയാക്ഷന്റെ ടി ഹാഫ് അത് എത്രയാണ്? നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ടി ഹാഫ് എത്രയാണ്? 1. ഇതൊക്കെ 0, 1, 2 ഇതിൽ ഏതെങ്കിലും നമുക്ക് എടുക്കാം. ഒന്നാമത്തേതായിട്ട് ടി ഹാഫ് 1 എന്ന് എടുത്തു. ഞാൻ 0 എടുക്കണ എന്ത് 1 എടുത്തു. 0 എടുത്താലും കുഴപ്പമില്ല. 1 എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാണ്? കൂടുതൽ 0 ആകുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റി എന്നുള്ള ഒരു വാല്യൂ ഒക്കെ കിട്ടാനുള്ള ചാൻസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അക്യുറേറ്റ് വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് 1 രണ്ടാമത്തെ എക്സ്പെരിമെന്റിന്റെ ടി ഹാഫ് എത്ര? 1 ഡിവൈഡ് ബൈ ടി ഹാഫ് 2 എന്ന് പറയുന്നത് എന്ത് ഇട്ടെടുക്കും? നമ്മൾ 2 എന്നിട്ടെടുത്തു. ദെൻ എ നോട്ട് 1 ആകുമ്പോൾ ഉണ്ടാകുന്നത് എത്രയാണ്? 1 ആകുമ്പോൾ എത്ര ഉണ്ടാകുന്നത്? അതെന്താണ്? ഓരോന്നിന്റെ സമയത്ത് 0 ആകുമ്പോൾ എത്രയാണ്? 1 ആണ്. 1 ആകുമ്പോൾ എത്രയായിരുന്നു? 0.5 ആണ്. 2 ആകുമ്പോൾ എത്രയാണ്? 0.3 ആണ്. അതുപോലെ തന്നെ 3 ആകുമ്പോൾ 0.25 ആണ്. ഒക്കെ കമ്പയർ ചെയ്ത് അപ്പൊ നമ്മൾ 1ഉം 2 എടുത്തുകൊണ്ട് തന്നെ ഏതാ വരിക? A02 എത്രയാണ്? നമ്മൾ ഇക്വേഷൻ നേരെ നോക്കുക. A02 എത്രയാണ്? A02 എന്ന് പറയുന്നത് രണ്ടാമത്തെ എക്സ്പെരിമെന്റ്. എത്രയാണ്? 0.5 അതുപോലെ തന്നെ 1 അല്ലെ? അങ്ങനെ അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ യൂണിറ്റ് ഒക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ മേലെ അടിയിലും യൂണിറ്റും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/2 ഇസ് ഈക്വൽ ടു 0.5 1 എന്ന് കിട്ടും. ദെൻ 0.5 1 എന്ന് പറയുന്നത് ഇതെന്താണ്? 1/2 അല്ലേ? 1/2 എന്ന് എഴുതി കൂടെ? 0.5 ഡിവൈഡ് ബൈ 1 നമുക്ക് എന്ത് ചെയ്താ? 1/2 എന്ന് എഴുതി കൂടെ? 1/2 റേസ് ടു n-1 എന്ന് വരും. അപ്പൊ നമുക്ക് എന്താണ്? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ബാക്കിയാണ് ഇവിടെ എഴുതാ. n-1 എന്താ കിട്ടുക? n-1 എന്താ? n-1 ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? നമുക്ക് 1 കിട്ടും അല്ലേ? കാരണം ഇവിടെ 1/2 ഇവിടെ 1/2. അപ്പൊ പിന്നെ എന്താണ്? n-1 എന്താ കിട്ടുക? ഇവിടെ ഒരു 1 അല്ലേ? അപ്പൊ നമുക്ക് പവറുകൾ എന്താ? n-1 ഈസ് ഈക്വൽ ടു 1 എഴുതാം. അപ്പൊ n ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? n ഈസ് ഈക്വൽ ടു ഈ -1 അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് n ഈസ് ഈക്വൽ ടു 2 എന്ന് ആൻസർ കിട്ടും. n ഈസ് ഈക്വൽ ടു 2 എന്ന് ആൻസർ കിട്ടും. അടുത്ത the first order reaction is 75% is completed in 100 minutes. How long will it take for its 87.5% completion? അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇക്വേഷൻ എഴുതി KT is equal to 2.303 log A0 divided by AT. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോൾ അല്ലെ എത്ര സമയം എടുക്കും? ടി ആണ് നമ്മളോട് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് 75% കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തത് 100 മിനിറ്റ് ആണ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം കെ കണ്ടുപിടിച്ചു. എത്രയാണ്? നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ കെ അറിയാത്തതുകൊണ്ട് നമ്മൾ ആദ്യം കെ കണ്ടുപിടിച്ചു. അതിന് വേണ്ടിയിട്ട് കെ അതേപോലെ ഇട്ടെടുത്തു. ടി നമുക്കറിയാം 75% കംപ്ലീറ്റ് ആകാനുള്ള ടൈം എടുത്തത് അതറിയാം. അതുകൊണ്ട് ടീനെ എന്തെടുത്തു? 100 എന്നിട്ടെടുത്തു. 2.303 ലോഗ് അതേപോലെ എ നോട്ട് എത്ര? 100 എത്ര കംപ്ലീറ്റ് ആകാൻ? 75% കംപ്ലീറ്റ് ആകാൻ. അപ്പൊ എന്ത് ചെയ്തു? 100 75% കംപ്ലീറ്റ് ആകാൻ എത്ര? 25 പിന്നെ എത്രയാണ്?
25 അല്ലേ റെസ്റ്റ് ഉള്ള, അപ്പൊ 25 എന്നിട്ട് കൊടുത്തു. ദെൻ അത് ചെയ്താൽ നമുക്ക് ആൻസർ 0.01386 നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ എന്ത്, ഇപ്പൊ നമുക്ക് കെ കൈ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ കെ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കെ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ കിട്ടി 0.01386 എന്ന് ഇട്ടെടുത്തു. ടി അതേപോലെ ഇട്ടെടുത്തു. ടി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 2.303 ലോഗ് നമ്മൾ ഏതിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, 87.5% എ നോട്ട് എന്തിട്ട് കൊടുക്കുക, 100 എന്ന് കൊടുക്കുക. എ ടി എന്തിട്ട് കൊടുക്കുക, എ ടി എന്ന് പറയുന്നത് എന്താ, 100ന്ന് 87.5 കുറച്ച് നമുക്ക് എത്ര കിട്ടുക, അതെന്ത് ചെയ്യുക, അവിടെ ഇട്ട് കൊടുക്കുക. ദെൻ ആൻസർ നമുക്ക് ചെയ്ത യു വിൽ ഗെറ്റ് 150 മിനിറ്റ് എന്ന് ആൻസർ കിട്ടും. മിനിറ്റ് ഇൻവേഴ്സ് നാട്ടോ, മിനിറ്റ് ഇൻവേഴ്സ്, യൂണിറ്റ് മിനിറ്റ് ഇൻവേഴ്സ് എന്നല്ല വരിക. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യേണ്ട സാധനമാണ് എന്താണ്, 300 കെൽവിന്റെ ഹാഫ് ലൈഫ് വന്നിട്ടുണ്ട്. എന്താണ് ഹാഫ് ലൈഫ് ഓഫ് ദി കോമ്പൗണ്ട് ഇനീഷ്യൽ അറ്റ് 1 ATM is 100 seconds when the pressure is 0.5 atm, the half life is 50 seconds, the order of the reaction is എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നമുക്ക് കോൺസെൻട്രേഷനും ഹാഫ് ലൈഫും തരും. ഇവിടെ കോൺസെൻട്രേഷൻ ആയാലും പ്രഷർ വന്നിട്ടുണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് എന്തായാലും കുഴപ്പമില്ല. കോൺസെൻട്രേഷനോ പ്രഷറോ ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താണ്, ടി ഹാഫും കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ ടി ഹാഫും പ്രഷറും തന്നെ നമ്മൾ ഇക്വേഷൻ എന്താ, ടി ഹാഫ് 1 / T half 2 is equal to A02 divided by A01 raised to n-1 എന്നാണ് നമ്മൾ ഇക്വേഷൻ. ഒന്നുകൂടി ഏതാണ്, T half 1 / T half 2 is equal to A02 divided by A01 raised to n-1 എന്നാണ്. T half 1 നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 100 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ T half 2 എത്രയാണ് തന്നിട്ടുണ്ട്, 15 സെക്കൻഡ്. അപ്പൊ 100 ഡിവൈഡ് ബൈ 15 ഈസ് ഈക്വൽ ടു A02. A02 എന്ന് പറയുന്നത് എത്രയാണ്, നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, രണ്ടാമത്തെ ഇതിലുള്ള എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 0.5 അല്ലേ അല്ലേ. 50 സെക്കൻഡ് ആകുമ്പോൾ രണ്ടാമത്തെ സമയത്തുള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.5 ആണ്. A01 ഒന്നാം സമയത്തുള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്, 1 എത്രയാണ്, 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, രണ്ടാമത്തിൽ 0.5ഉം രണ്ടാമത്തിൽ എന്താണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 1 ആണ്. അപ്പൊ ഇട്ടുകൊടുത്തു. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത്, കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2 raised to 1 അല്ലെ 2. അപ്പൊ ഇതിൽ എന്ത് ഇട്ട് കൊടുത്താൽ ഈ 0 കട്ട് ചെയ്യുമ്പോൾ 10/5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് 2 എന്ന് കിട്ടും. ദെൻ 0.5/1 നമുക്ക് എന്ത് ചെയ്യും, 1/2 എന്ന് കിട്ടും. അപ്പൊ മുകളിൽ ഇപ്പൊ നമുക്ക് എന്താ, ഇപ്പൊ 2 ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടിയിരിക്കണത്. 2 ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 2 ആണ് 1/2 ഇരിക്കുക. അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാം, 2 നമുക്ക് എങ്ങനെ എഴുതാം, 1/2 റേസ് ടു -1 എന്ന് എഴുതിക്കൂടെ, 2 നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ, 1/2 റേസ് ടു -1 അല്ലേ 2 എന്ന് പറയണത്, 1/2 റേസ് ടു -1, 1/2 റേസ് ടു -1 നമ്മളെ 2 എന്ന് പറയാ അല്ലെ, ഇൻവേഴ്സ് 1/2ന്റെ ഇൻവേഴ്സ് 1/2 തിരിച്ചിട്ടാ നമുക്ക് എന്നിട്ട് 2 എന്ന് കിട്ടില്ല, അത്രേ ഉള്ളൂ. 1/2 റേസ് ടു 1/2 ഇൻവേഴ്സ് ആണ് 2. അപ്പൊ നമുക്ക് 2 എന്ത് ചെയ്താൽ 1/2 ഇൻവേഴ്സ് ചെയ്താൽ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഓർഡർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ n-1 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്, അത് കമ്പയർ ചെയ്യാം. നോക്കിയേ, n-1 ഈസ് ഈക്വൽ ടു -1 എന്നാണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത് അല്ലേ. മേലെ പവറുകൾ വെച്ച് നോക്കുമ്പോൾ -1 ഇതിൽ നമുക്ക് എന്നെ എടുക്കാൻ എന്ത് ചെയ്യാം, എന്നെ എടുത്തിട്ട് ഈ -1 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്ത് വരും, ഈ എന്നെ എടുത്തിട്ട് ഈ -1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഈസ് ഈക്വൽ ടു അതേപോലെ ഉണ്ട്. ദെൻ പിന്നെ -1 അതേപോലെ എഴുതി, ഈ -1 അതേപോലെ എഴുതി, ഈ -1 അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും, +1 എന്ന് വരും അല്ലേ, +1 എന്ന് വരും. അപ്പൊ ആൻസർ -1 +1 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക, 0. അപ്പൊ ആൻസർ ഈസ് 0 എന്ന് കിട്ടും. അടുത്തത്, ദ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എ ഗിവ്സ് പി, ദ ഫോൺ ടു ബി അണ്ടർഗോ for the increases initial concentration is reduced to 1/3. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആയി എന്തായാലും നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ് ആണ്, 1/3 ആയിട്ട് ചെയ്തു. ഓർഡർ ഇതിൽ എന്തൊക്കെ തന്നിരിക്കുന്നത് നമ്മൾ നേരെ ആലോചിക്കുക, ഹാഫ് ലൈഫും കോൺസെൻട്രേഷൻ തന്നതിനും ഹാഫ് ലൈഫ് പ്രഷർ ആണ് നമ്മൾ ഇക്വേഷൻ അറിയാം. നമുക്ക് എന്താണ്, T half 1 ഡിവൈഡ് ബൈ T half 2 അവിടെ എഴുതിക്കണം. T half 1 ഡിവൈഡ് ബൈ T half 2 ഈസ് ഈക്വൽ ടു A02 ഡിവൈഡ് ബൈ A01 റേസ് ടു n-1. ടി ഹാഫ് ക്വസ്റ്റ്യൻ തന്നിരിക്കണം. ടി ഹാഫ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഇസ് ഫോൺ ടു ബി അണ്ടർഗോയിങ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റെഡ്യൂസ്ഡ് ടു 1/3 ഇസ് ഗിവൺ ടെമ്പറേച്ചർ, ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ഈസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ, നമുക്ക് A0 ഇതെവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിയാക്ഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താ
റേറ്റ് നമ്മളെ ഹാഫ് ലൈഫ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് 9 ഫോൾഡ് എന്ന് പറഞ്ഞിട്ട് 9 ഫോൾഡ്. അപ്പൊ 9 ഫോൾഡ് ഇൻക്രീസ് ചെയ്തു എന്നാണ്. അപ്പൊ എത്ര അപ്പൊ ടി ഹാഫ് ടു എത്രയാണ്? ടി ഹാഫ് ടു 9 ആണ് അല്ലെ? 9 ആണ്. അതുപോലെ തന്നെ ടി ഹാഫ് വണ് തന്നിട്ടില്ല. അപ്പൊ ടി ഹാഫ് വൺ നമ്മൾ 1 ആയിട്ട് എടുക്കണം. പിന്നെ ടി ഹാഫ് ടു ആണ് നമ്മൾ എന്ത് 9 ഫോൾഡ് ഇൻക്രീസ് ചെയ്തു എന്നാണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 9 ഫോൾഡ് ഇൻക്രീസ് ചെയ്തു എന്നാണ്. അപ്പൊ നമ്മൾ 9 ഇൻറ്റു ടി ഹാഫിനെ കാരണം ടി ഹാഫിനെക്കാട്ടിലും 9 മടങ്ങ്. അപ്പൊ അതുകൊണ്ടാണ് 9 ഇൻറ്റു ടി ഹാഫിന് എഴുതിയത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ടി ഹാഫിന് നമ്മൾ എന്ത് ഇട്ടെടുത്തു? 1 എന്ന് ഇട്ടെടുത്തു. ടി ഹാഫ് ടു നമ്മൾ എന്ത് ഇട്ടെടുത്തു? 9 എന്ന് ഇട്ടെടുത്തു. ദെൻ ഇസ് ഈക്വൽ ടു എ നോട്ട്. നമുക്കറിയാം നമ്മൾ ക്വസ്റ്റിൽ എന്ത് തന്നിട്ടുണ്ട്? 1/3 അല്ലേ? 1/3 ആക്കി. അപ്പൊ അതുകൊണ്ടാണ് 1/3 റേസ് ടു n മൈനസ് 1 എന്ന് എഴുതിയത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇത് നമുക്ക് എന്ത് ചെയ്യും? 1/9 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/3 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ 1/3 എന്ന് ഇവിടെ കിടക്കുന്നത്. അപ്പൊ അതിനെ കമ്പയർ ചെയ്യേണ്ട മേലത്തെ 2 n മൈനസ്. അപ്പൊ n-1 ഈസ് ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ? n-1 ഈസ് ഈക്വൽ ടു എന്ന് കിട്ടിയിരിക്കുന്നത്. ഇതിൽ n ഇട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ -1 അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പൊ എന്ത് വരും? 2 + 1 എന്ന് വരും. അപ്പൊ ആൻസർ ഈസ് 3 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെ അറീനിയസിന്റെ ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ പ്ലോട്ട് ഓഫ് എൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. ദ പ്ലോട്ട് ഓഫ് എൽ എൻ കെ വേഴ്സസ് 1/t ഈസ് ലീനിയർ വിത്ത് എ സ്ലോപ്പ് നമ്മൾ എന്ത് നമുക്കറിയാം? നമ്മൾ ആ ഇക്വേഷനിൽ ലോഗൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് സ്ലോപ്പ് എങ്ങനെ കിട്ടിയത്? നെഗറ്റീവ് സ്ലോപ്പാണ് കിട്ടിയെന്ന് അറിയാം. നെഗറ്റീവ് സ്ലോപ്പ്. അതാണ് നെഗറ്റീവ് സ്ലോപ്പ് എങ്ങനെ? -EA/2.303 അതാണ് നമ്മൾ എന്ത് നെഗറ്റീവ് സ്ലോപ്പിൽ നമ്മൾ ആ ഇക്വേഷനിൽ k ഈസ് ഈക്വൽ ടു എ ഡോട്ട് ഇ റേസ് ടു -EA/RT നമ്മൾ എല്ലാത്തിനും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. നമ്മളറിയില്ലേ y ഈസ് ഈക്വൽ ടു mx + c എന്ന് പറഞ്ഞ ഫോർമാറ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് നെഗറ്റീവ് സ്ലോപ്പ് ആണ് കിട്ടുക. നെഗറ്റീവ് സ്ലോപ്പ് ആകുമ്പോൾ ആ സ്ലോപ്പ് എന്താണ്? -EA/2.303 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ടെമ്പറേച്ചർ കോഷ്യന്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ദി റേറ്റ് കോൺസ്റ്റന്റ് ഡിഫറിംഗ് ബൈ 10°C. അത് നമ്മൾ എന്താണ്? ടെമ്പറേച്ചർ കോഷ്യന്റ് എന്താണെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമ്മൾ തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. അടുത്ത ദ ഫസ്റ്റ് ഓർഡർ reaction is 50% completed in 20 minutes at 27 degrees Celsius and in 5 minutes at 47 degrees Celsius. The EA of reaction is എന്നാണ് ചോദിച്ചത്. EA നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. K1 ഉം K2 ഉം തരുമ്പോൾ ഉണ്ടാകുന്ന ആ ഇക്വേഷൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് എന്ത്? ലോഗ് കെ നമ്മളെ റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? അത് അറീനിയസ് ഇക്വേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാണ് ലോഗ് K2/K1 ഇസ് ഈക്വൽ ടു EA/2.303 ഇൻറ്റു 1/T1 മൈനസ് 1/T2 എന്നാണ്. നമ്മൾ എന്ത് ചെയ്തു? ലോഗ് K2 ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? അറിയില്ല നമ്മളോട്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യാണ്? 0.693 K2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാഫ് ലൈഫ് അറിയാം. 50% എന്ന് പറഞ്ഞാൽ ഹാഫ് കംപ്ലീറ്റ് ആക്കാൻ എടുത്തെടുക്കണം 20 മിനിറ്റ്സ് ആണ് എടുത്തിക്കണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ടി ഹാഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കെന് പകരം എന്ന് പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യാണ്? 0.69 നമ്മൾ കെ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഓർഡറിന്റെ ടി ഹാഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693/K എന്നല്ലേ? 693/K എന്നാണ് നമ്മളെ ഇക്വേഷൻ. നമ്മൾക്ക് K അറിയില്ല. ലോഗ് K2/K1 K2 K1 അല്ല. അപ്പൊ നമ്മൾ Kനെ എവിടേക്ക് എടുത്തത്? ടി ഹാഫ് നമുക്ക് അറിയാം. 50% കംപ്ലീറ്റ് ആകാൻ 20 മിനിറ്റ്സ് നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ടി ഹാഫ് അതിലേക്ക് ഇട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത് ലോഗ് K2 നും K1 പകരം എന്തിട്ടെടുത്തു? 0.693 ഇൻറ്റു എന്തിട്ടെടുത്തു? 20 മിനിറ്റ്സ് ഡിവൈഡ് ബൈ 0.693 ഇൻറ്റു 5 മിനിറ്റ്സ് എന്ന് വന്നു. ഇതിന് 0.693 കട്ട് ചെയ്ത് പോയി. മിനിറ്റും എന്ത് ചെയ്തു? കട്ട് ചെയ്ത് പോയി. ദെൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടും?
ഈ സൈഡ് എന്ത് കിട്ടും, log 4 എന്ന് കിട്ടും. 20/5 എന്ന് മാത്രമല്ല അവിടെ ഉണ്ടാകുക. അപ്പൊ 20/5 എന്ന് പറഞ്ഞാൽ log 4 എന്ന് കിട്ടും. പിന്നെ ഈ സൈഡിൽ എന്താണ് EA/2.303 ഇൻറ്റു 8.3, അവ 6 അല്ലേ, 2.303 ഇൻറ്റു 6 എന്നല്ല, അപ്പൊ 8.314 ഇൻറ്റു T1 T2 നമുക്ക് 27 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്, അതുപോലെ തന്നെ 47 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അത് നമ്മൾ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ T2നെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 300 കെൽവിൻ, അതുപോലെ തന്നെ 320 കെൽവിൻ അല്ലേ. അപ്പൊ T1 പറയുമ്പോൾ ഒന്നാമത്തെ ടെമ്പറേച്ചർ 27 ആണ്. 27 പ്ലസ് 273, അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് 300 എന്ന് കിട്ടും. T2 എന്ന് പറയുന്നത് എത്രയാണ്, 47 ആണ്. അത് നമ്മൾ 273 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 320 എന്ന് കിട്ടും. ഇതിന് എന്ത് ചെയ്യാണ്, ഇനി ഇതെന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്താൽ യു വിൽ ഗെറ്റ് EA = 55.3 kJ/mol⁻⁻. എന്ന് ആൻസർ കിട്ടും. അപ്പൊ ആൻസർ കിലോ ജൂളിലാണ്, അതുകൊണ്ട് നമ്മൾ കിലോ ജൂൾക്ക് മാറ്റി എഴുതിയത്. Then അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് വേരിയസ് വിത്ത് ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു. നമുക്കറിയാം എന്താണ് ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇക്വേഷൻ T1/2 = 0.693/K എന്നാണ്. അല്ലെ K നമുക്ക് മാറ്റാൻ പറ്റും. K നമുക്ക് എന്ത് അറീനിയസ് ഇക്വേഷന്റെ ഫോമാറ്റിൽ എന്ത് ചെയ്താൻ പറ്റും, K = A ഇൻറ്റു E⁻ എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ T1/2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആരോട്, അല്ലേ, കാരണം E⁻ എന്ന് പറയുന്നതാണ് അടി കിടക്കുന്നത്, ഡിനോമിനേറ്ററിൽ കിടക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ T1/2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/E⁻ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാന് പറ്റും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഉണ്ടാവും, ഏതാണോ കറക്റ്റ് ഓപ്ഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. അതേപോലെ അടുത്തത് നമ്മൾ സിമ്പിൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട റിയാക്ഷൻ ആണ്. ഇൻ എ സർട്ടൺ റിയാക്ഷൻ ഈസ് 10% ഓഫ് ദി റിയാക്ടന്റ് ഈസ് കൺസ്യൂംഡ് ഇൻ 10% 50 മിനിറ്റ്സ് കൊണ്ട് കൺസ്യൂം ചെയ്തു അറ്റ് 310 കെൽവിൻ, ബട്ട് ഓൺലി 5 മിനിറ്റ്സ് അറ്റ് 313 കെൽവിൻ. ദ EA ഓഫ് ദി റിയാക്ഷൻ, ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എന്താണ്, ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്താക്കാതെ മിനിറ്റ് ആണ് എന്ത് ചെയ്തിട്ട് തന്നത്. അപ്പൊ നമുക്ക് ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ത് ചെയ്തു, മനസ്സിലായി ഇല്ലേ, കാരണം മിനിറ്റ് തന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ എഴുതി K = 2.303 ഡിവൈഡഡ് ബൈ 50 മിനിറ്റ്സ്. 50 മിനിറ്റ്സ് നമുക്ക് എന്ത് അഥവാ 10% കംപ്ലീറ്റ് ആകാൻ 50 മിനിറ്റ്സ് എടുത്തു. അപ്പൊ T എന്ത് കൊടുത്തു, 15 കൊടുത്തു. log 100 ഡിവൈഡഡ് ബൈ 10%. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 100 മൈനസ് 10, നമ്മൾ 10 ഇട്ട് കൊടുക്കരുത്, 100 നമ്മൾ അറ്റ് ടൈം T അല്ലെ, AT എന്തിട്ട് കൊടുക്കണം, 100-ൽ നിന്ന് 10% കംപ്ലീറ്റ്. അപ്പൊ 100-ൽ നിന്ന് 10 കുറക്കുക, 100 to 100 മൈനസ് 10 ചെയ്ത് നമുക്ക് 90 കിട്ടും. അപ്പൊ 90 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് K1 കിട്ടും. K2 അതേപോലെ തന്നെ എന്ത് ചെയ്തു, ഇട്ടുകൊടുക്കുക. നമ്മളപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷനിൽ നമുക്ക് രണ്ട് ടെമ്പറേച്ചർ ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് EA കണ്ടുപിടിക്കാനുള്ള ഒറ്റ ഇക്വേഷൻ അത് മാത്രമേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അറീനിയസ് ഇക്വേഷൻ ഉണ്ട്, K = A.E⁻⁴ എന്ന ഇക്വേഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താണ്, ഇപ്പൊ പറഞ്ഞ log K2/K1 = EA/2.303 1/T1 - 1/T2 എന്നാണ് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ആ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലാ വാല്യൂസും എന്ത് ചെയ്യുക, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മെത്തേഡ് നമ്മൾ വൃത്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക ചെയ്തതിനാൽ ഇത് കലോറിയിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെന്തൊക്കെ മാറ്റണം, കലോറിയിലേക്ക് മാറ്റണം. അതാണ് കലോറിയിലേക്ക് മാറ്റിയിട്ട് അടുത്ത സ്ലൈഡിൽ കലോറിയിലേക്ക് മാറ്റിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനും ആൻസർ വളരെ വൃത്തിക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ദ സ്പെസിഫിക് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ ഡികമ്പോസിഷൻ ഓഫ് എ കോമ്പൗണ്ട് ഈസ് റെപ്രസെന്റഡ് ബൈ എ LNK = 5 മൈനസ് 12,000 divided by 300, 12,000 into EA of the decomposition for the compound at 300 Kelvin. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താ ഇക്വേഷൻ ഇവിടെ എഴുതേണ്ടത് എന്നാണ്, LNK = 5 മൈനസ് 12,000 ഡിവൈഡഡ് ബൈ T എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾ എവിടെയേ കണ്ട പോലത്തെ ഇക്വേഷൻ എന്താണ്, അറീനസ് ഇക്വേഷൻ ഉണ്ട് ഇല്ലേ, K = A × അതിന് LN ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ പറയുക, LNK = LNA - EA/RT ഇക്വേഷൻ കിട്ടുക. ഇവിടെ നമ്മൾ ഇക്വേഷനിൽ എന്തുണ്ട്, LNK, അതാ ഇവിടെ നമ്മൾ ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡ് എന്താണ്, LNK ആണ് അല്ലെ, LNK. ഓക്കെ, അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡ് LNK ഉണ്ട്. നമ്മളെ ശരിക്കും നോർമൽ ഇക്വേഷനിൽ എന്തുണ്ട്, LNK എന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ പറ്റും, ആ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഇക്വേഷനിൽ LNA ഉണ്ട്. LNA ഇവിടുത്തെ LNA ആരാണ്,
5 ആണ് അല്ലേ? കമ്പയർ ചെയ്യുമ്പോൾ എല്ലിനെ 5. പിന്നെ -EA/RT ഉണ്ട്. -EA/RT ആണ് ഇവിടുത്തെ എന്ത് എന്നുള്ളത് അവിടെ എഴുതിക്കണം. -EA/RT ആണ് ഇവിടുത്തെ എന്ത് എന്ന് പറയുന്നത്, -12,000/T എന്നുള്ള. എന്നിട്ട് ഈ മൈനസും മൈനസും വെട്ടിപ്പോയി, ടിയും വെട്ടിപ്പോയി. ദെൻ യു വിൽ ഗെറ്റ് എന്ത് കിട്ടും? EA/R ഈസ് ഈക്വൽ ടു 12,000 എന്ന് കിട്ടും അല്ലേ? എന്താണ് കിട്ടുക? EA/R ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? 12,000 മൈനസും ടി ഒക്കെ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12,000 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്താണ് എടുക്കേണ്ടത്? ആണ് എടുക്കുക. അപ്പൊ അതിന് എന്ത് ചെയ്യും? ആറിന് ആ സൈഡിലേക്ക് എടുക്കുക. ബൈ ആ സൈഡിലേക്ക് പോകുമ്പോൾ × 6 എന്നാ. അപ്പൊ 12,000 ഇൻറ്റു ആറിന്റെ വാല്യൂ 8.314. അത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 99.768 കിലോ ജൂൾ എന്ന് കിട്ടും. കിലോ ജൂൾ എന്ന് കിട്ടും. അത് കലോറിയിലേക്ക് മാറ്റാൻ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ, ആൻസറിൽ കലോറിയിലാണെങ്കിൽ നിങ്ങൾ കലോറിയിലേക്ക് മാറ്റുക. കലോറിയുടെ വാല്യൂ അതാണ് ഇവിടെ നേരത്തെ സ്ലൈഡിൽ കലോറി, ഒരു കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. മാറ്റേണ്ട മെത്തേഡൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ട്ടോ. ഒക്കെ ഇതിലുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. കലോറിയിലേക്ക് മാറ്റുക. 1 കലോറി എന്ന് പറയുന്നത് 4.18 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ കലോറിയിലേക്ക് മാറ്റുക. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യും? കലോറിയിലേക്ക് മാറും. കലോറിയിലേക്ക് മാറുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 24 കലോറി പെർ മോൾ എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് കെമിക്കൽ കൈനറ്റിക്സ് ഒക്കെ വിത്ത് പ്രൂഫായിട്ട് എക്സ്പ്ലനേഷനും, ചിലതിന് എക്സ്പ്ലനേഷനും വളരെ വൃത്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. വായിച്ച് നോക്കുക. ഡൗട്ട് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. നിങ്ങൾ ചോദിക്കൽ നമുക്ക് വളരെ കുറവാണ്. നമ്പറൊക്കെ നിങ്ങളോട് നമ്പർ കിട്ടാത്തതിന്റെ പ്രശ്നമാണ്. ക്ലാസ് ആണ്. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്പർ ബന്ധപ്പെട്ട ഫാക്കൽറ്റീസിനോട് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഫാക്കൽറ്റീസിന്റെ നമ്പർ തരും. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കുക. കാരണം എക്സാം എടുക്കാനായി. അപ്പൊ ഡൗട്ട് വരുമ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വിത്ത് ആൻസറിലാണ് തന്നിട്ടുള്ളത്. വായിച്ച് നോക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. പ്രീവിയസ് നെറ്റിന്റെയും ഗേറ്റിന്റെയും ജാമിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ്, CUT ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടാണ്, ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പേപ്പറിൽ കാണിക്കണ എന്താണ്, ഒരു പണ്ട് പ്രീവിയസിൽ പഠിച്ച ക്വസ്റ്റ്യൻസുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ചോദിക്കാറുള്ളത്. കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ നമ്മൾ എങ്ങനെയാണോ ഷോർട്ട് ആക്കിയിട്ട് ആൻസർ ചെയ്ത് അത്രയും ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആൻസർ അതിൽ കിടക്കുന്നത്. വായിച്ചു നോക്കുക. എല്ലാത്തിനും ആൻസർ, ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ അതിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക. കെമിക്കൽ കൈനറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള CUT ലെവൽ, ജാം ലെവൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്ററിൽ ഒന്നാണ് കെമിക്കൽ കൈനറ്റിക്സ്. നോക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലാതെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കൂല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അങ്ങനെ തല പോക്കേണ്ട ക്വസ്റ്റ്യൻ ഒന്നും കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ടാവില്ല. വളരെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതാണെന്ന് മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണെന്നുള്ള കാര്യം, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും.